മറ്റു വാർത്തകളിലേക്ക്. കൂത്തുപറമ്പ് എംഎൽഎ കെ പി മോഹനെതിരായ കയ്യേറ്റത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്തു. കണ്ടാലറിയാകുന്ന 25 പേർക്കെതിരെയാണ് കേസെടുത്തത്. ബിജീഷ് ഗോവിന്ദൻ ചേരുന്നു. ബിജീഷ്, ഒരു ജനപ്രതിനിധിയെ ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യുന്നു എന്നുള്ളത് എന്തായിരുന്നു വിഷയം? കൂത്തുപറമ്പ് മണ്ഡലത്തിൽപ്പെട്ട കരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ഡയാലിസിസ് സെന്ററുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് കൂത്തുപറമ്പ് എംഎൽഎയും മുൻ മന്ത്രിയുമായിട്ടുള്ള കെ പി മോഹനന് നേരെ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത്. രാവിലെ ഈ കരിയാടുള്ള ഒരു അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായി എംഎൽഎ സ്ഥലത്തെത്തിയതായിരുന്നു. അപ്പോഴാണ് അവിടെ നേരത്തെ സംഘടിച്ചിരുന്ന സമരസമിതി പ്രവർത്തകർ എംഎൽഎക്ക് നേരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എംഎൽഎയോട് ഈ വിഷയം സംബന്ധിച്ച് സംസാരിക്കണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ നമുക്ക് പിന്നീട് സംസാരിക്കാം, ആദ്യം ഉദ്ഘാടനം കഴിയട്ടെ എന്ന് പറഞ്ഞ എംഎൽഎക്ക് നേരെ ഈ സമരസമിതിക്കാർ കയ്യേറ്റത്തിന് ശ്രമിക്കുകയായിരുന്നു. പിടിച്ചു തള്ളുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അവരിൽ നിന്ന്, ആ പ്രതിഷേധക്കാരിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ എംഎൽഎ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷമാണ് അവിടുന്ന് മടങ്ങിയത്. അത് കഴിഞ്ഞ് ഇപ്പോൾ എംഎൽഎ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താനായിട്ട് പോലീസിന് പരാതി നൽകില്ല, പക്ഷേ പോലീസ് ഇതിനകത്ത് സ്വമേധയാ കേസ് എടുത്തു കഴിഞ്ഞാൽ ആ കേസിന്റെ നടപടികളുമായി താൻ സഹകരിക്കും. ഒപ്പം തന്നെ അവിടെ മലിനജല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി 5-ാം തീയതി ഒരു യോഗം വിളിച്ചു ചേർക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്നുള്ളതാണ് പ്രതിഷേധത്തിനകത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങളും മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ല എന്നും കെ പി മോഹൻ പറയുകയുണ്ടായി.